കൊച്ചിയിൽ ലഹരി വേട്ട തുടരുകയാണ് പോലീസ്. കളമശ്ശേരി കുച്ചാറ്റിന് സമീപത്തെ സ്വകാര്യ ഹോസ്റ്റലുകളിലും PG-കളിലുമാണ് മിന്നൽ പരിശോധന നടത്തുന്നത്. സഹിൻ ആന്റണിയാണ് അവിടെ നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. സഹിൻ, ഇപ്പോൾ ഏത് രീതിയിലാണ് പരിശോധന പുരോഗമിക്കുന്നത്? അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? കളമശ്ശേരിയിലെ നേരത്തെ കുസാറ്റിന്റെ പരിസര പ്രദേശങ്ങളിലാണ് പോലീസിന്റെ പരിശോധന നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ HMT ഭാഗത്തേക്ക് കൂടി പോലീസിന്റെ പരിശോധന വ്യാപിച്ചിരിക്കുകയാണ്. HMTയിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി നിരവധി പോലീസ് ഉദ്യോഗസ്ഥരാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ PG-കളിലും ഒപ്പം തന്നെ ഹോസ്റ്റലുകളിലുമെല്ലാം പോലീസ് വ്യാപകമായ പരിശോധന നടത്തി കഞ്ചാവ് പിടികൂടി ഒരാളും പോലീസിന്റെ അറസ്റ്റിലായിട്ടുണ്ട്. എന്നാൽ തൊട്ടു പിന്നാലെ HMT മേഖലയിലേക്ക് കൂടി പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ പരിശോധനയാണ് ഇന്ന് നഗരത്തിൽ ആകമാനം നടക്കുന്നത്. ഇത് കോമ്പിംഗ് ആണ്. സാധാരണ കോമ്പിംഗ് നടക്കാറുണ്ട്, അത് ഓരോ ഭാഗങ്ങളിലായാണ് നടക്കുന്നതെങ്കിൽ ഇന്ന് നഗരത്തിൽ ആകമാനം ഇത്തരത്തിലുള്ള പരിശോധനകൾ വ്യാപിച്ചിരിക്കുന്നു. കൂടാതെ പല ഹോസ്റ്റലുകളിലും PG-കളിലും പോലീസിന്റെ പരിശോധന ശക്തമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് കളമശ്ശേരി ഭാഗത്തേക്ക് കൂടി പോലീസ് പരിശോധന വ്യാപിപ്പിച്ചത്. നേരത്തെ തന്നെ കളമശ്ശേരിയിലെ പോളിടെക്നിക് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് കളമശ്ശേരി മേഖലയിലെ PG-കളിലും ഹോസ്റ്റലുകളിലും പോലീസ് അവരുടെ പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. സ്വാതി, കളമശ്ശേരി ഭാഗത്ത് വലിയ തരത്തിലുള്ള പോലീസ് പരിശോധനയാണ് നടക്കുന്നത്. കൊച്ചിയിൽ ലഹരി വേട്ട തുടരുകയാണ് പോലീസ്. കളമശ്ശേരി കുസാറ്റിന് സമീപത്തെ സ്വകാര്യ ഹോസ്റ്റലുകളിലും PG-കളിലും പരിശോധന നടത്തി. ഇപ്പോൾ HMT ജംഗ്ഷനിലും പരിശോധന നടത്തുകയാണ്. സഹിൻ, എന്തായാലും കഴിഞ്ഞ ദിവസം ഈ വലിയ തരത്തിലുള്ള ലഹരി വസ്തുക്കളാണ് ഇങ്ങനെ ഇത്തരത്തിൽ പിടികൂടിയത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഈ വ്യാപക പരിശോധന കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇന്ന് രാത്രി മുഴുവൻ ഇത്തരത്തിലൊരു പരിശോധനയുണ്ടാകുമോ? തുടർ നടപടികൾ എങ്ങനെയൊക്കെയാകും? തീർച്ചയായിട്ടും ഈ പരിശോധന പുലരുവോളം നീളും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാത്രി 10 മണിയോടുകൂടിയാണ് പോലീസ് പരിശോധന ആരംഭിച്ചത്. ആ പരിശോധന പുലരുവോളം നീളാൻ തന്നെയാണ് സാധ്യതയുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയും ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയിരുന്നു. 3 മണിക്കൂർ നടത്തിയ പരിശോധനയിൽ അന്ന് 300ഓളം ആളുകളാണ് ലഹരിമരുന്നുമായി പിടിയിലായത്. 77 പേർ ലഹരി പിടിയിലായപ്പോൾ 170ഓളം ആളുകൾ അന്ന് പോലീസ് മദ്യപിച്ച് തന്നെ പിടിയിലായിട്ടുണ്ട്. അങ്ങനെ 300ഓളം ആളുകൾ കഴിഞ്ഞ ആഴ്ച പിടിയിലായിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വീക്കെൻഡാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിശോധന വ്യാപകമായി തന്നെ നടത്തിക്കാനാണ് സാധ്യതയുള്ളത്. എന്തായാലും മറ്റൊന്ന് പറയാനുള്ളത്, വലിയ പരിശോധനകൾ കൊച്ചിയിൽ ആകമാനം നടക്കുമ്പോൾ ഈ പരിശോധന ഇന്ന് പുലരുവോളം തുടരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കളമശ്ശേരി മേഖലയിലാണ് ആദ്യ പരിശോധന ആരംഭിച്ചത്. അതിന് തൊട്ടു പിന്നാലെ നഗരത്തിൽ ആകമാനം പരിശോധന വ്യാപിപ്പിച്ചിരിക്കുന്നു. ആ പരിശോധന ഇപ്പോഴും ശക്തമായി പലയിടങ്ങളിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി നഗരത്തിൽ ആകമാനം പരിശോധന വ്യാപിച്ചിരിക്കുകയാണ്. നഗരപ്രദേശങ്ങളിലെ PG-കളിലേക്കും ഹോസ്റ്റലുകളിലേക്കും തുടർ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. മറ്റൊന്ന്, കളമശ്ശേരി ഭാഗത്തെ PG-കളിലും ഹോസ്റ്റലുകളിലുമാണ് ആദ്യ പരിശോധന ആരംഭിച്ചത്. അതിപ്പോൾ HMT ഭാഗത്തേക്ക് കൂടി വ്യാപിച്ചിരിക്കുകയാണ്. അവിടെ കൂടി കടന്നു പോകുന്ന വാഹനങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. കാരണം ഇന്ന് ശനിയാഴ്ചയാണ്. സാധാരണ ലഹരി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ശനിയാഴ്ച ദിവസങ്ങളിൽ രാത്രികളിൽ പുറത്തേക്ക് കൂടുതലായി വരാറുണ്ട് എന്നുള്ള വിവരം പോലീസിന് കഴിഞ്ഞ ആഴ്ച കൃത്യമായി തന്നെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. കാരണം 3 മണിക്കൂർ നടത്തിയ പരിശോധനയിൽ 300ഓളം ആളുകൾ അന്ന് പിടിയിലായിരുന്നു. ഈ സാഹചര്യമെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോഴും പരിശോധന ആരംഭിച്ചത്. 10 മണിയോടുകൂടി പരിശോധന ആരംഭിച്ചത്. അത് പുലരുവോളം നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സ്വാതി, ശരി സഹീൻ, കൊച്ചിയിൽ വലിയ തരത്തിലുള്ള ലഹരി വേട്ടയാണ് ഇപ്പോൾ നടക്കുന്നത്. കളമശ്ശേരി ഭാഗത്ത് കുസാറ്റിന് സമീപം ഹോസ്റ്റലുകളിലും PG-കളിലും എല്ലാം വലിയ തരത്തിൽ പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് HMT ജംഗ്ഷനിലും പരിശോധന നടത്തി. ഇപ്പോൾ കൊച്ചി നഗരത്തിൽ വ്യാപകമായി തന്നെ പരിശോധന നടക്കുകയാണ്. ഇന്ന് പുലരുവോളം ഈ ഒരു പരിശോധന തുടരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ആ വിവരങ്ങളാണ് സഹിൻ ആന്റണി നൽകിയത്.